ഫൈനൽ ലുക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു പഴയ ഷർട്ട് ഉണ്ടോ എങ്കിൽ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മീഷോയിലായിട്ടൊക്കെ ആയിരുന്നാലും നമുക്കിങ്ങനെ ക്രോപ്പ് ടോപ്പ് മോഡൽ ഷർട്ട് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ₹1 പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ പറഞ്ഞ ഫ്ലിപ്കാർട്ടിലായിരുന്നാലും മീഷോയിലായിരുന്നാൽ പോലും 300, 400, 500 റേറ്റിനാണ് ഈ ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടുക വാങ്ങിക്കുക. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് ഈസി ആയിട്ട് വീട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഷർട്ട് ഞാൻ ആദ്യമായിട്ട് തന്നെ അതിൻ്റെ പോക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കതിൻ്റെ സ്ലീവ്സ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൽ ഒരു തുണിയും വേസ്റ്റ് ആക്കാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ സ്ലീവിൻ്റെയൊക്കെ എൻഡിലുള്ള കട്ടിയുള്ള പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ യൂസ് ആവും. അപ്പം ഞാൻ ഇതേപോലെ ഒരു ചെറിയ കട്ട് കൊടുത്തിട്ട് ആ സ്ലീവിൻ്റെ കട്ടിയുള്ള ഭാഗത്തുനിന്ന് ഇതേപോലെ ഒന്ന് സ്ലീവ് നമുക്ക് 2 സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. സ്ലീവ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ കിട്ടും. നമുക്ക് ഇതിലിനി നമ്മുടെ എത്രയാണ് ഈ ഒരു ഡ്രസ്സിന് വേണ്ട ലെങ്ത്ത് എന്ന് നോക്കണം. ആദ്യം തന്നെ ഞാൻ മേളിൽ നിന്ന് താഴോട്ടൊരു 20, 22ഓളം നമുക്ക് എത്ര ലെങ്ത്ത് വേണം ആ ഒരു ലെങ്ത്തിന് ഒരു വര കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വരയുടെ ആവശ്യമില്ല, എന്നാലും ഞാനൊന്ന് ആ ഒരു വര കൊടുത്തതിന് ശേഷം നമ്മളെ മേളിലെ യോക്ക് പോർഷൻ മേളിലത്തെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് താഴെ വരെ നമ്മുടെ ബ്ലൗസിൻ്റെ അളവ് പോലെ 14 എടുത്തൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 അളവ് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലുള്ള ഈ ജോയിനിങ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളയണം. അതിന് ശേഷം ഇനി നമുക്ക് ബാക്കി അളവുകൾ നോക്കാം. ഞാൻ ഈ ഒരു കോളറിൻ്റെ അങ്ങ് എൻഡിൽ നിന്ന് ഷോൾഡറിന് ഞാനൊരു 4 കൊടുക്കുന്നത്. ബാക്കിയുള്ളത് അങ്ങനെ താഴോട്ട് ഞാൻ ആം ഹോളിനൊരു 7, 8 വരെ വരച്ചിട്ടുണ്ടായിരുന്നു. താഴോട്ട് ഇതേപോലെ ആം ഹോളും കൂടെ വരച്ചു കൊടുക്കണം. 8 ലെങ്ത്തിൽ ഇതേപോലെ നമ്മളൊന്ന് ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കണം. ഷോൾഡർ 4 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ആം ഹോളൊന്ന് കട്ട് ചെയ്ത് കളയണം. അത്രയും തുണിയൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീവ് ഈ ഒരു പോർഷനിലാണ് സ്ലീവ് വരുന്നത്. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളിങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ എടുത്ത് പറയണ്ടല്ലോ, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു 14 ഉണ്ടല്ലോ മേളിൽ നിന്ന് താഴെ വരെ, അതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ എന്താ അതൊരു മിന്നായം പോലെ പോയത്, എൻ്റെ കൊച്ചാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു ഇമേജ് നോക്കിയാൽ അറിയാം. ഞാൻ ഇത് ഇമേജ് മാത്രം, എനിക്ക് വേറെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഒരു ഇത് സ്റ്റിച്ച് ചെയ്യണം. കാരണം ഞാൻ അപ്പോഴായിട്ട് ആ ഫോട്ടോ എടുത്ത് നോക്കും, അടുത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ഞാൻ എൻ്റേതായ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൊരു പ്ലേറ്റ് എടുത്ത് വയ്ക്കണം. അതാണ്ട് ഇതിൽ കാണുന്നത് പോലെ ഈ സൈഡിൽ നിന്ന് ഒരു ചെറിയ പ്ലേറ്റും അതിൻ്റെ പുറത്തോട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ചെറിയ പ്ലേറ്റും, എന്നിട്ട് പിന്ന് കൊടുത്ത് വെക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വരണം. ആ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും എഗെയിനായിട്ട് അതിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരു പ്ലേറ്റും കൂടെ നമ്മളിപ്പോൾ കൊടുക്കണം. അതായത് ആദ്യം ഒരു പ്ലേറ്റ് കൊടുത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ പിന്ന് കൊടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഇതേപോലെ ഒരു പ്ലേറ്റും കൂടെ കൊടുക്കണം. അതായത് അപ്പുറം ഇപ്പുറം 2 വീതം ഇങ്ങനെ ഒരു പ്ലേറ്റ് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാണ് ആ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഇതേപോലെയാണ് ചെയ്തത്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ വെട്ടിയ പോർഷൻ ഇല്ലേ, അപ്പം നമ്മൾ ടോട്ടലായിട്ട് ഞാനൊരു 20 എടുത്തിട്ടുള്ളത്. 20, 21 തയ്യൽ തുമ്പും കൂടി ചേർത്ത് അത് ഞാൻ താഴേന്ന് നമ്മൾ 14 പോയിട്ട് ബാക്കി വരണത് 7, 8 നമ്മൾ കറക്റ്റ് ആ ഒരു അളവ് എടുക്കരുത്. ഇച്ചിരി തയ്യൽ തുമ്പും അങ്ങനെയൊക്കെ വെച്ച് ഇച്ചിരി കൂടെ നീളത്തിന് വേണം എടുക്കാൻ. ഞാൻ താഴേന്ന് മേളിലോട്ട് എടുക്കുന്നതിൻ്റെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ ആ ഒരു ഫിനിഷിങ് ഉണ്ടല്ലോ ഷർട്ടിൻ്റെ, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ബട്ടൺസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. നോർമൽ തുണിയല്ലല്ലോ, നമുക്ക് ബട്ടൺസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഷർട്ടായതുകൊണ്ടും താഴത്തെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴേന്ന് മേളിലോട്ട് അളവെടുത്തത്. അപ്പം അതിൻ്റെ കറക്റ്റ് അളവെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മേളത്തെ പോർഷൻ്റെ അതിൻ്റെ സൈഡൊന്ന് ഇങ്ങനെ നമ്മൾ ബ്ലൗസിലൊക്കെ ചെയ്യുമല്ലോ, ഈ നമ്മുടെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് വെട്ടി കൊടുക്കുമല്ലോ, അതേപോലെ ഒന്ന് വെട്ടി കൊടുക്കണം. ഞാൻ വീഡിയോയിൽ അത് എടുക്കാൻ വിട്ടുപോയതല്ല, എൻ്റെ വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ബ്ലൗസ് പോലെ സൈഡൊന്ന് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വെട്ടി കൊടുക്കണം. ഒരു ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് സൈഡും കൂടെ ഇതേപോലെ സെയിം ലെങ്ത്തിന് താഴേന്ന് മേളിലോട്ട് തന്നെ അളവെടുത്ത് നമ്മളിത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളത് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും പിന്നെ ബാക്കിൽ നല്ലൊരു ക്യൂട്ട് കെട്ട് വയ്ക്കുന്നുണ്ട്, അതിൻ്റെയും കൂടെയാണ് ബാക്കിയുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഇത് ഒരുപാട് ലോങ് ആയിപ്പോൾ, അതുകൊണ്ട് നമുക്ക് അത് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.